കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന നിത്യജീവിത പ്രശ്നങ്ങളിൽ പിണറായി വിജയൻ്റെ 9 വർഷത്തെ ഭരണകാലത്ത് അനുഭവിച്ചതുപോലെയുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും കേരള ജനത ഒരു കാലത്തും അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ ഭരണവിരുദ്ധ വികാരം സാധാരണ ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPM തകർത്തുകൊണ്ട് ജനമുന്നറിയിപ്പ് നൽകി. അപ്പോൾ അത്തരത്തിലുള്ള ജനവികാര ചർച്ചകളിൽ നിന്ന് വഴിതിരിച്ചു വിടാനായി CPM സ്വീകരിച്ച, അവർ പരീക്ഷിച്ച വിഭജന രാഷ്ട്രീയവും വർഗീയ പ്രചാരണങ്ങളുമെല്ലാം കേന്ദ്രത്തിലെ ഗോഡി മീഡിയയെ പോലും ലജ്ജിപ്പിക്കുന്നതായിരുന്നു. കേരളത്തിൽ പിണറായി വിജയന് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ചില മാധ്യമങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് രണ്ടാം പിണറായി സർക്കാരിന് വേണ്ടി CPM പ്രവർത്തകർ പോലും നൽകാത്ത ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ടാണ് ലോക്സഭ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രാഷ്ട്രീയ അന്തരീക്ഷം പാകപ്പെടുത്തിയെടുക്കാൻ കഷ്ടപ്പെട്ടിരുന്നത്. അത്തരത്തിൽ പിണറായി വിജയൻ്റെ സർക്കാരിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഷ്ടപ്പെടുന്നത് കണ്ട് കേരള ജനത ആശ്ചര്യപ്പെട്ടു പോയതാണ്. അത്തരം മാധ്യമ സ്ഥാപനങ്ങളുടെ താൽപ്പര്യങ്ങളും കേരള ജനതയ്ക്ക് ബോധ്യപ്പെട്ടതാണ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ സർക്കാരിനെയും ഇടതുപക്ഷത്തെയും കൈകാര്യം ചെയ്തതിൻ്റെ ആഘാതം കുറച്ചു കൊണ്ടുവരാൻ ചില മാധ്യമങ്ങൾ പിന്നീട് നിരന്തരമായ അന്തിച്ചർച്ചകളും മറ്റുമൊക്കെ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടും പിന്നീടുണ്ടായ വയനാട് ദുരന്തവും അതിൽ കേരള സർക്കാർ സ്വീകരിച്ച സമീപനങ്ങളും അവരുടെ പദ്ധതികളിൽ നടത്തിയ അഴിമതികളും അവരുടെ കഴിവുകേടും ആഭ്യന്തര വകുപ്പിലെ ദുരൂഹത നിറഞ്ഞ ഒട്ടേറെ കഥകളുമൊക്കെ പുറത്ത് വന്നതുമെല്ലാം സർക്കാരിൻ്റെ മാത്രമല്ല CPM എന്ന പാർട്ടിയുടെ തന്നെ അടിത്തറ ഇളക്കാൻ ശേഷിയുള്ളതായിരുന്നു. പിന്നീട് നേരിടേണ്ടി വന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ അത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു. സർക്കാരിനെതിരെയുള്ള ജനവികാരവും സർക്കാരിനെതിരെയുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമൊക്കെ ശരിവെക്കുന്ന തരത്തിലായിരുന്നു ജനഹിതം. അത്രമാത്രം ജനവിരുദ്ധതയിൽ ഭരണവിരുദ്ധ വികാരം നിറഞ്ഞു നിൽക്കുന്നതും ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവികളുമൊക്കെയായി കഴിഞ്ഞ 2-3 മാസങ്ങൾ മുമ്പ് വരെ പ്രതിസന്ധികളുടെ പടുകുയിലായിരുന്നു പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായിട്ടുള്ള ആ പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളുടെ നിത്യജീവിതവുമായി കൊണ്ട് ബന്ധപ്പെട്ട് അവർക്ക് ആശ്വാസം നൽകുന്ന ഏതെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കിയോ, അല്ലെങ്കിൽ അവർക്ക് പ്രതീക്ഷ നൽകുന്ന വല്ല തീരുമാനങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായോ? ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന വല്ല തീരുമാനങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെന്നിരിക്കെ പ്രതീക്ഷിക്കാതെ വന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആസൂത്രിതമായി മൂന്നാമതും പിണറായി സർക്കാർ എന്ന ചർച്ചകൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ചില മാധ്യമ ചാനലുകളും മാധ്യമ പ്രവർത്തകരും അവരുടെ കലപില ചർച്ചകൾ പിണറായി വിജയൻ്റെ സർക്കാരിനെ വെള്ളപൂശിക്കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അതിൽ അവർ പറയുന്ന അഭിപ്രായങ്ങൾ ചെറിയ ചെറിയ റീലുകളാക്കി മുറിച്ചിട്ടുകൊണ്ട് AKG സെൻറ്ററിൽ നിന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് പകർന്നു നൽകാൻ പാകത്തിൽ ഒരുക്കിക്കൊടുത്തുകൊണ്ട് പിണറായി വിജയന് വേണ്ടി, പിണറായി വിജയൻ്റെ ഇടതുപക്ഷ സർക്കാരിനെയും വെള്ളപൂശുന്നതിന് വേണ്ടി ഓവർ ടൈം പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം പാർട്ടി ചാനലായ കൈരളി ചാനലിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിലായിരുന്നു. അതിലപ്പുറം വിചിത്രമായത്, നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക നായകരാണെന്ന് ചില ആളുകളൊക്കെ സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് പിണറായി വിജയനെയും LDF സർക്കാരിനെയും ഒക്കെ സുഖിപ്പിക്കാൻ മത്സരിക്കുന്ന അത്തരത്തിലുള്ള ചില കൂലി എഴുത്തുകാരുടെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം സാംസ്കാരിക കേരളം മൊത്തം സ്വരാജിനൊപ്പം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിൻ്റെ മൊത്തം സാംസ്കാരിക കുത്തക
ഏറ്റെടുത്തുകൊണ്ട് അവർ കാട്ടിക്കൂട്ടിയ കോമാളിത്തരങ്ങളും നിലമ്പൂരിലെ ജനങ്ങൾ വാരിക്കൂട്ടി ആ ചാലിയാർ പുഴയിലൂടെ വലിച്ചെറിഞ്ഞതോടെ ആ കുഞ്ഞാലിയുടെ മണ്ണിൽ സ്വരാജിന്റെ പതനം പൂർണ്ണമായി. എന്തായിരുന്നു ഈ സാംസ്കാരിക നായകന്മാരുടെ പ്രചരണം? നല്ല കഴിവും പ്രാപ്തിയും ഒക്കെയുള്ള സാമാജികരുള്ള നമ്മുടെ കേരള സഭയിൽ നമ്മുടെ സ്വരാജ് കൂടി ഇല്ലെങ്കിൽ ആ സഭ ഒന്നിനും കൊള്ളില്ല എന്ന തരത്തിലൊക്കെയായിരുന്നു ഈ സാംസ്കാരിക നായകരുടെ പ്രചരണം. ഈ സാംസ്കാരിക നായകർ പറഞ്ഞാൽ അത് കേൾക്കാൻ മാത്രം മൂഢന്മാരല്ല ജനം എന്ന് ഈ വിവരദോഷികൾക്ക് മനസ്സിലാക്കാൻ മാത്രം ബുദ്ധിയില്ലാത്തവരായല്ലോ ഈ ബുദ്ധിജീവികൾ എന്ന് നമ്മൾ ആലോചിച്ചു പോവുകയാണ്. കേരള ജനതയ്ക്ക് പ്രയാസകരമാവുന്ന പിണറായി വിജയന്റെ ഈ ഏകാധിപത്യ നയങ്ങൾക്കെതിരെ ഒരക്ഷരം പറയാൻ നാവെടുക്കാത്ത ഈ നിലപാടുകാരൻ ഒരു ഛേദവുമില്ലാത്ത ദേശീയ അന്തർദേശീയ വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കും. എന്നാൽ പിണറായി വിജയനോ പിണറായി വിജയന്റെ സർക്കാരോ സ്വീകരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള നയങ്ങൾ, സമീപനങ്ങൾ അത് നമ്മുടെ കേരള സമൂഹത്തെ ബാധിക്കുന്ന ഒരു വല്ലാത്ത വിഷയമാണ്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് അത് യോജിക്കാത്ത വിഷയമാണ് എന്ന് പറയാൻ ഈ നിലപാടിൻ്റെ രാജകുമാരനായ ഈ എം സ്വരാജിൻ്റെ നാക്ക് എന്നെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? എത്രയെത്ര ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇവിടെ ഈ സർക്കാരിൻ്റെ കാലത്ത് സ്വീകരിച്ചു, സമീപനങ്ങൾ സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വാ തുറന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇതാണോ ഈ സാംസ്കാരിക നായകർ പറയുന്ന ഈ നിലപാടിൻ്റെ രാജകുമാരൻ? എങ്കിൽ അല്ല എന്നുള്ള ഉത്തരമാണ് നിലമ്പൂരിലെ വോട്ടർമാർ നൽകിയത്. എല്ലാ മേഖലയിലും തൊട്ടതിനെല്ലാം വിലക്കയറ്റം, ഉയർന്ന നികുതി ഭാരം, പെൻഷൻ കുടിശ്ശിക വരുത്തിക്കൊണ്ട് അത് ചർച്ചയാകുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരിൽ കള്ളക്കണക്കുമായി കൊണ്ട് ന്യായീകരിക്കൽ, മലപ്പുറം ജില്ലയെക്കുറിച്ചും മലപ്പുറത്തെ ജനങ്ങളെക്കുറിച്ചും മുഖ്യമന്ത്രി മുതൽ CPMന്റെ തലമുതിർന്ന നേതാക്കൾ വരെ നടത്തിക്കൊണ്ടിരുന്ന ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ആരോപണങ്ങളും BJP RSS നേതാക്കൾക്കും വെള്ളാപ്പള്ളിമാർക്കും മലപ്പുറത്തെയും അവിടുത്തെ ജനങ്ങളെയും ആക്ഷേപിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്തത്? മലപ്പുറത്ത് പോലീസിനെ കൊണ്ട് കള്ളക്കേസുകൾ എടുപ്പിച്ച് കേസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ഒരു പ്രദേശത്തെ ജനങ്ങൾക്കെതിരെ ഇങ്ങനെ കുതിര കയറുമ്പോൾ അതിനെതിരെ കനത്ത ശിക്ഷ നൽകാൻ കാത്തിരിക്കുകയായിരുന്നു മലപ്പുറത്തെ ജനം. അതിനായി വീണ് കിട്ടിയ ആദ്യ അവസരമായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അതിലുണ്ടായ UDFന്റെ ഗംഭീര വിജയം പിണറായി വിജയന്റെയും പിണറായി വിജയന് ഓശാന പാടുന്നവരുടെയും മുഖത്തേറ്റ കനത്ത പ്രഹരം തന്നെയാണെന്നതിൽ ഒരു തർക്കവുമില്ല. ഇനി തൊട്ടടുത്ത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും പിന്നീട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആഞ്ഞു വീശാൻ പോകുന്നത് ഈ കൊടുങ്കാറ്റ് തന്നെയായിരിക്കും. ആ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വർദ്ധിത വീര്യത്തോടെ ശക്തമായ പോരാട്ടം നടത്തി പിണറായിയെയും കൂട്ടാളികളെയും കെട്ടുകെട്ടിക്കുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നിങ്ങളുടെ രാഷ്ട്രീയപരമായ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹകരിക്കുക.